ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി, ഞങ്ങൾ ചെയ്യാം. പോരെ? അതെന്താ വേണ്ടെന്ന് ബാക്കിയുള്ളവരോട് കൂടെ ചോദിച്ചിട്ട് തീരുമാനിക്കാം. ശരി. ആ പിന്നെ കിരണിനെ തിരക്കി ഇവിടെ ഒരാള് വന്നിരുന്നു. കണ്ടോ, അമ്മയ്ക്കിപ്പൊ തോന്നിയില്ലേ? ഇത്ര പോലും എന്റെ ഭർത്താവിന് തോന്നിയില്ല. അവരെന്നെ നാണം കെടുത്തിയപ്പോ പൃഥ്വി അങ്ങ് മിണ്ടാതെ നിന്നു. അതെന്താ പൃഥ്വി അങ്ങനെ ചെയ്തത്? നീ വേണ്ട നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി സംസാരിക്കാൻ. അമ്മ ഇതെന്തറിഞ്ഞിട്ടാ? കമ്പനി കാര്യങ്ങളിൽ ചേച്ചിയാണ് തീരുമാനം എടുക്കുന്നത്. അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ? ആ രീതികളൊക്കെ മാറണം. വിവാഹം കഴിഞ്ഞ ചാനലിലെ കാര്യങ്ങളൊക്കെ നിന്നെ ഏൽപ്പിക്കാമെന്നല്ലേ പൂർണിമ പറഞ്ഞോണ്ടിരുന്നത്. എന്നിട്ടിപ്പോ എന്താ അത് മറന്നുപോയോ? അവര് മറന്നെങ്കിൽ ഓർമ്മിപ്പിച്ച് കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടത് പൃഥ്വിയാ. ഞാൻ ചേച്ചിയോട് സംസാരിക്കാം. എന്താ പോരെ? പോരാ. പൃഥ്വി ഉടനെ തന്നെ എല്ലാം സ്വയം ചെയ്തു തുടങ്ങണം. ഇനി ഇത്തരത്തിലൊരു അപമാനം എനിക്കുണ്ടാവരുത്. അതെ, ഇപ്പൊ ഇവള് പറഞ്ഞത് എന്റെയും കൂടി ആഗ്രഹമാ. ദേ, ആ ചാനല് നിന്റെ നിയന്ത്രണത്തിലാവണം. അതെ, ഇപ്പൊ ഇവര് ഈ പറഞ്ഞതിന് ഒപ്പം നിന്നാ ചാനൽ എന്റെ കയ്യിലെത്തും. അങ്ങനെ ആയാൽ മേനോന്റെ മുന്നിൽ എനിക്കൊരു വാല്യൂ ഉണ്ടാവും. പൃഥ്വി എന്തേ ആലോചിക്കുന്നേ? അത് ചേച്ചിയുടെ സംസാരിക്കുന്നതിനെ കുറിച്ച് ഓർത്തതാ. ഹോ, ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. ഭാഗ്യം. കഴിഞ്ഞതൊക്കെ താൻ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. എല്ലാം തന്റെ ഇഷ്ടം പോലെ ഉടനെ നടക്കും. അത് മതി. ഹലോ സഞ്ജയേട്ടാ. ഹായ്. കുറെ നേരമായോ വന്നിട്ട്? ഇല്ല. നിങ്ങളെന്താ കാണണമെന്ന് പറഞ്ഞ്? അല്ല, അത് ഞങ്ങൾ പറയുന്നത് ചേട്ടന് ഇഷ്ടാവോന്നറിയില്ല. അതെന്താ അങ്ങനെ ഒരു കാര്യം? ഞങ്ങളിപ്പോ സംസാരിക്കുന്നത് ധ്വനിമോൾക്ക് വേണ്ടിയാ. അവള് അച്ഛന്റെ അമ്മയുടെ സ്നേഹം ഒന്നിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതെ, ആ കുഞ്ഞിന്റെ വിഷമം നിങ്ങൾ കാണാതെ പോകരുത്. ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ എനിക്കാകെ ഉള്ളത് എന്റെ മോള. അവളെ ഒന്നിന്റെ പേരിലും വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നിട്ടും ഞാനത് ചെയ്യേണ്ടി വരുന്നു. കുഞ്ഞിനെ ഇത്രയും സ്നേഹിക്കുന്ന ചേട്ടന് കുഞ്ഞിനു വേണ്ടി കുറച്ച് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൂടെ? പൂർണിമ ചേച്ചിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒന്നിച്ച് ജീവിച്ചൂടെ? അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞുപോയി. ഇനി അതൊന്നും സാധിക്കില്ല. അങ്ങനെ ചിന്തിക്കരുത്. ഒരിക്കൽ ഞങ്ങളോട് ചേട്ടൻ പറഞ്ഞത് ചേട്ടനെ സ്വന്തം സഹോദരനായിട്ട് കാണാനാ. ആ സ്വാതന്ത്ര്യം കൊണ്ട് ചോദിക്കണമെന്ന് കരുതിയാ മതി. എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ഞങ്ങളോട് പറയുന്നതിന് കുഴപ്പമില്ലെങ്കിൽ പറഞ്ഞൂടെ? പ്രശ്നം ഞാൻ തന്നെയാണ്. എന്റെ ഈ സ്വഭാവം, അതായിരുന്നു പ്രശ്നം. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ സ്വഭാവം ഇപ്പോഴത്തെ പോലെ മാറ്റാൻ അന്നും ഇന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. മനസ്സിലായില്ല. മനസ്സിലാക്കാൻ മാത്രമൊന്നുമില്ല. പൊട്ടിപ്പോയൊന്നും കൂട്ടിക്കെട്ടാൻ ആർക്കും സാധിക്കില്ല. അഥവാ കെട്ടിയാലും ആ കെട്ട് മുഴച്ചിരിക്കുക തന്നെ ചെയ്യും. എന്റെ മോളെക്കുറിച്ചോർത്ത് അവൾക്ക് വേണ്ടി എന്നോട് സംസാരിക്കാമെന്ന് നിങ്ങളോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. ഒരിക്കൽ പറഞ്ഞ പോലെ
നിങ്ങൾ രണ്ടുപേരും എനിക്ക് സഹോദരങ്ങൾ തന്നെയാണ്. ആ സ്നേഹവാധികാരം കൊണ്ട് പറയാണ്. ഇനി നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണ്ട. അത് ചേട്ടാ, അപ്പൊ ശരി, നമുക്ക് പിന്നെ കാണാം. അല്ല ചേട്ടാ, പൂർണിമ ചേച്ചിയും സഞ്ജയേട്ടനും ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ ഉറപ്പായിട്ടും കണ്ടുപിടിക്കും. ഉം. എന്നിട്ടത് പരിഹരിച്ച് ധ്വനിക്ക് അവളുടെ അച്ഛനെയും അമ്മയും തിരിച്ചു കൊടുക്കും. അതെ, നമ്മളെപ്പോലെ അച്ഛനും അമ്മയും ഒന്നിച്ചില്ലാത്തൊരു ബാല്യമാവരുത് ധുനിമോളുടേത്. അവൾക്ക് അവളുടെ ആഗ്രഹം പോലെ തന്നെ അച്ഛനും അമ്മയും ഒപ്പം ഉണ്ടാവണം. നമുക്ക് നോക്കാം. പോവാം. ഹലോ. ജിത്തു, വൈകിട്ട് പാർട്ടിയുടെ കാര്യം എങ്ങനെയാ? നമ്മൾ പോകുന്നു, അടിച്ചു പൊളിക്കുന്നു, അതിൽ മാറ്റമൊന്നുമില്ല. എല്ലാവരും ഉണ്ടാവുന്ന പറഞ്ഞേ. ആ ഓക്കെ. നിന്നെ ഞാൻ പിക്ക് ചെയ്യണോ അതോ നീ വരുമോ? വേണ്ട, ഞാൻ വന്നോളാം. ആ ഓക്കെ. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ശരി, നേരത്തെ വിളിക്കണേ. ആ ഓക്കെ ഓക്കെ. ആ ഓക്കെ. ഞങ്ങളെ ആരും കല്യാണം വിളിക്കാതിരുന്ന് മോശമായി പോയിട്ടോ. അത് എങ്ങനെ കഴിഞ്ഞു കിട്ടിയെന്ന് ഓർത്തിട്ട് ഇപ്പോഴും ടെൻഷൻ മാറിയിട്ടില്ല. സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി. അത് ആരെയും വിളിക്കാതിരുന്നേ. അത് സമ്മതിച്ചു. കല്യാണം കഴിഞ്ഞെന്ന് കരുതി രണ്ടുപേരും ഇങ്ങനെ ലീവ് എടുത്ത് കറങ്ങി നടന്ന എങ്ങനെ ശരിയാവാ? അതോ ഞങ്ങൾക്കൊക്കെ ചെലവ് ചെയ്തിരിക്കാൻ മുങ്ങി നടക്കണോ? ഏയ്, ഇന്ന് തന്നെ ആ പരാതി ഞങ്ങൾ തീർക്കാം. എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ ചെയ്യാം. പോരെ? അതെന്താ വേണ്ടെന്ന് ബാക്കിയുള്ളവരോട് കൂടെ ചോദിച്ചിട്ട് തീരുമാനിക്കാം. ശരി. ആ പിന്നെ കിരണിനെ തിരക്കി ഇവിടെ ഒരാള് വന്നിരുന്നു. കിരണിന്റെ വീട് എവിടെയാ, വീട്ടിൽ ആരൊക്കെയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു.